ഹായ് ഫ്രണ്ട്സ്, മഴതോറും മുമ്പേ സീരിയലിന്റെ അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സത്യങ്ങളെല്ലാം ഗംഗേടൻ രാജീവനോടും ശിവനോടുമായിട്ട് തുറന്ന് പറയുന്നുണ്ട്. എല്ലാ സത്യങ്ങളും അറിയുമ്പം അവരൊരു ഞെട്ടലോട് കൂടി തന്നെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗംഗാധര മേനോൻ ചോദിക്കുന്നുണ്ട്, ഇനിയെങ്കിലും പറ അലീന എവിടെയെന്ന് ചോദിക്കുക. അപ്പോഴേക്കും അവർ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് വിഷമിച്ച് നിൽക്കുകയാണ്. ശിവൻ പറയുന്നുണ്ട്, അത് പിന്നെ ഗംഗേട്ട, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി പോയത്. അലീന ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് തന്നെ രാജീവും ശിവനും കൂടിയിട്ട് പറയുന്നുണ്ട്. ഗംഗേട്ടൻ എന്നിട്ട് രാജീവനോടും ശിവനോടും പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്ക് ബാലചന്ദ്രൻ്റെ അടുത്ത് പോകാം. അയാൾ ആകെ ടെൻഷനില്ല. അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഈ വിവരം എല്ലാവരെയും അറിയിക്കും. ആകെ സമനില തെറ്റിയ മട്ടിലാണ് അയാൾ നടക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് നെടുമ്പുരക്കിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ഇതേ സമയം തന്നെ പോലീസുകാർ ഹോസ്പിറ്റലിലേക്ക് വന്ന് അന്വേഷിക്കുന്നുമുണ്ട്. വൈജയന്തിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന നേഴ്സിനോടും അതുപോലെ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്ന ഗോവർദ്ധന്റെ ഭാര്യനെ വിളിച്ചിട്ടും അലീനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. സുനിതയോടും നേഴ്സിനോടും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഗോവർദ്ധൻ വരുന്നുണ്ട്. ആ സമയത്ത് ഗോവർദ്ധനോടും പോലീസുകാർ ചോദിക്കുന്നുണ്ട് കേട്ടോ, അലീനെ ഈ വീട്ടിലോട്ട് തിരിച്ചേൽപ്പിക്കാൻ ബാലേന്ദ്രൻ തന്നെയല്ലേ ഏൽപ്പിച്ചിരുന്നത്? എന്നിട്ട് ആ സമയത്ത് താൻ എവിടെ പോയതാന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആ സമയത്ത് എന്നെ ശിവേട്ടൻ വിളിച്ചിരുന്നു. വൈജേച്ചിയുടെ ആശുപത്രി ചെലവിനൊക്കെ ആയിട്ടുള്ള കുറച്ച് കാശ് തരാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. അതുകൊണ്ട് ഞാൻ കാശ് മേടിക്കാനായിട്ടാണ് അങ്ങോട്ടേക്ക് പോയേ. ഞാൻ പോയി വരുന്നതിന് മുമ്പ് തന്നെ അലീന പോയിരുന്നു എന്നും പറയുകയാണ്. തനിക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് പോലീസുകാർ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ഗോവർദ്ധൻ പറയുന്നുണ്ട്, എനിക്ക് സംശയം ശിവേട്ടനെയും രാജീവേട്ടനെയും തന്നെയാണ്. അതെന്താ അവരെ ഇപ്പം സംശയിക്കാൻ തന്നെ ചോദിക്കാട്ടോ പോലീസ് പിന്നെയും. അപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, അത് പിന്നെ വേറൊന്നുമല്ല സാറേ, കറക്റ്റ് അലീനെ കൊണ്ടുവിടേണ്ട സമയത്താണല്ലോ അവരെന്നെ വിളിച്ചത്. ആ സമയത്ത് അവരെന്നെ അങ്ങോട്ടേക്ക് വിളിച്ചില്ലായിരുന്നെങ്കിൽ അലീനെ ഞാൻ കാറിൽ കയറ്റിക്കൊണ്ട് ബാലേട്ടൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി വിട്ടേനെന്ന് പറയാട്ടോ. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, അതിൻ്റെ കാരണം ഇയാൾ പറഞ്ഞല്ലോ, കാശ് തരാൻ വേണ്ടിയിട്ടാണ് വിളിപ്പിച്ചതെന്ന് താൻ തന്നെയല്ലേ പറഞ്ഞ്, പിന്നെ എന്തിനാ അങ്ങനെ അവരെ സംശയിക്കുന്നതെന്ന് എന്നെ ചോദിക്കുക. അപ്പോൾ ഗോവർദ്ധന് മനസ്സിലാവുകയാണ് കേട്ടോ അയാൾ ശിവേട്ടൻ്റെ ആളെന്നുള്ള കാര്യം. മനസ്സിലായി സാറേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും എന്ത് മനസ്സിലായി? അല്ല, ശിവേട്ടൻ കാശ് തരാനാണ് എന്നെ വിളിച്ചെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ ഒരർത്ഥം വെച്ച് തന്നെ പറയുകയാണ്. ഒരു പെൺകുട്ടിയെ കാണാതെ പോയി എന്നുള്ളൊരു പരാതി കിട്ടിയതല്ലേ, അതിനെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്തില്ലെങ്കിൽ മോളിൽ നിന്നുള്ള ചോദ്യം ഉണ്ടാവും എന്നറിയാം. അതുകൊണ്ട് പേരിനൊരു എൻക്വയറി നടത്താനാണ് അയാൾ അങ്ങോട്ടേക്ക് വന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ ബാലചന്ദ്രനും കൃഷ്ണമോളും വീട്ടിലോട്ട് ചെല്ലുകയാട്ടോ. ബാലചന്ദ്രൻ ആകെ ടെൻഷൻ അടിച്ച് തന്നെ നിൽക്കുകയാണ്. കാരണം നേരെ ഇത്രയായിട്ടും അലീനയുടെ ഒരു വിവരവും അറിയുന്നില്ലല്ലോ. കൃഷ്ണമോക്കും അലീനയെ ഓർത്തിട്ട് നല്ല സങ്കടമാവുന്നുണ്ട്. അതിലുപരി അച്ഛൻ ഇങ്ങനെ വിഷമിച്ച് നടക്കുകയാണല്ലോ എന്ന് ഓർത്തിട്ട് തന്നെ അവർക്ക് സങ്കടം കൂടുകയാണ്. മോള് പോയി കിടന്നോ എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുമ്പോഴേക്കും, ഇല്ലച്ചാ, അച്ഛൻ നല്ല ടയേർഡാ, അച്ഛന് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ എന്തായാലും അച്ഛൻ്റെ കൂടെ ഇരിക്കാന്നൊക്കെ തന്നെ പറയുക കേട്ടോ. ആ സമയത്ത് തന്നെ മനു ബാലേന്ദ്രൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. മനുവും എല്ലായിടത്തും പോയി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അലീനയെ. അന്ന് കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കാനായിട്ട് നെടുമ്പുരക്കിൽ വന്നവരുടെ വീട്ടിലൊക്കെ ചെന്നിട്ട് നമ്മുടെ മനു പോയി അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ഏറെ വൈകിട്ടും മനു അവിടെ എല്ലാം പോയി അന്വേഷിക്കുന്നുണ്ട്. മനു വിളിച്ചിട്ടും അലീനയുടെ എന്തെങ്കിലും വിവരം അറിഞ്ഞോ എന്ന് തന്നെ ഇവരോട് ചോദിക്കുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല, ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല. എന്തായാലും നിന്റെ അച്ഛനും കൊച്ചച്ഛനും ഒക്കെ ഇതിന്റെ പിന്നിലെന്നുള്ളത് എനിക്കറിയാം. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊണ്ടുപോയവർ തന്നെ തിരിച്ചു കൊണ്ടുവരട്ടെ. അലീനയുടെ ദേഹത്ത് ഒരു പോറലെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ നടക്കാൻ പോകുന്നതൊക്കെയുള്ളത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവർ തന്നെ കൊണ്ടുവരട്ടെ എന്ന് നമ്മുടെ ബാലേന്ദ്രൻ പറയുകയാണ്. എന്നിട്ട് ഞാൻ കൊച്ചച്ഛനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ മനു ഫോൺ കട്ട് ചെയ്യുകയാണ്. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോള് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ചേച്ചിയെ തട്ടിക്കൊണ്ട് പോയവർ ചേച്ചി ഉപദ്രവിക്കുമോ എന്നൊക്കെ. അപ്പോഴും ഒരു നിസ്സഹായ അവസ്ഥയോടെ തന്നെ ബാലേന്ദ്രൻ ഇങ്ങനെ കൈമലർത്തി കാണിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് ഗംഗേട്ടനും ശിവനും രാജീവനും ഒക്കെ എത്തുന്നുണ്ട്. കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണമോളാണ് ഡോറ് തുറന്ന് നോക്കുന്നത്. അപ്പോഴേക്കും ഇവരെ മൂന്നുപേരെയും കണ്ടുകൊണ്ട് കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങളെന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? നിങ്ങൾ അകത്തോട്ട് കയറണ്ട, അച്ഛനാകെ ടയേർഡാ. എന്തായാലും നിങ്ങളിപ്പോൾ പോയിട്ട് നാളെ വാ, നാളെ സംസാരിക്കാം എന്ന് പറയുമ്പോഴേക്കും, അല്ല മോളെ, അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് തന്നെ നമ്മുടെ ഗംഗേട്ടൻ പറയുന്നുണ്ട്. നിങ്ങൾ ഇനി ഒന്നും പറയണ്ട, നിങ്ങളൊക്കെ ചീത്ത ആൾക്കാരാ. അലീന ചേച്ചി തട്ടിക്കൊണ്ട് പോയത് നിങ്ങളൊക്കെ അല്ലേ, എനിക്കറിയാം എന്ന് തന്നെ നമ്മുടെ കൃഷ്ണമോള് പറയുക കേട്ടോ. അപ്പോഴേക്കും ഗംഗേട്ടൻ പറയുന്നുണ്ട്, എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? മോള് ഞങ്ങളെ എത്ര കൊല്ലമായിട്ട് കാണുന്ന, എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങളെ ചീത്ത ആൾക്കാരെന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? അത് കുറച്ച് കഷ്ടമല്ലേ മോളെ എന്നൊക്കെ തന്നെ ചോദിക്കാം കേട്ടോ. അപ്പോഴേക്കും കൃഷ്ണമോള് പറയുന്നുണ്ട്, വേണ്ട, എന്ത് ചെയ്യാനും മടിയില്ലാത്തവരാ നിങ്ങൾ, എനിക്കറിയാം. നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇപ്പം എനിക്ക് പേടിയാവുകയാ. എന്തായാലും നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി. അകത്തോട്ട് കയറി വന്നാൽ അച്ഛന് വീണ്ടും ടെൻഷൻ ആവും എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. ആ സമയത്ത് അങ്ങോട്ടേക്ക് ബാലേന്ദ്രൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാ മോളേന്ന്. കൃഷ്ണമോള് പറയുന്നുണ്ട്, അത് പിന്നെ കൊല്ലപ്പള്ളിയിൽ നിന്ന് അങ്കിളുമാർ വന്നേക്കുന്നുണ്ട് അച്ഛാന്ന് പറയാം കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ ബാലേന്ദ്രൻ താഴോട്ട് ഇറങ്ങി വന്നിട്ട്, ആഹാ, ഗംഗേട്ടനോ, യാത്രയൊക്കെ കഴിഞ്ഞ് ഗംഗേട്ടൻ ഇങ്ങനെ എത്തിയോ, വരണം എന്നൊക്കെ തന്നെ പറയുകയാണ്. ഗംഗേട്ടൻ അവരോടെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് കൂട്ടിക്കൊണ്ട് വന്നത്. ബാലേന്ദ്രൻ എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കും, അതുകൊണ്ട് നിങ്ങൾ വാ തുറന്ന് ഒന്നും സംസാരിക്കാൻ നിൽക്കേണ്ട, ബാലചന്ദ്രനോട് ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ഗംഗേട്ടൻ അവരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ബാലേന്ദ്രൻ ഗംഗേട്ടനോട് ചോദിക്കുന്നുണ്ട്,
എന്തായി, എന്തിനാ ഇപ്പം എല്ലാവരോടും ഇങ്ങോട്ടേക്ക് വന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ ബാലചന്ദ്ര, നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കും ബാലേന്ദ്ര, നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട, എനിക്കിനി ഒന്നും പറയാനില്ല. എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ, അലീന എവിടെ, എൻ്റെ മോളെവിടെ? അവൾക്കൊരു പോറൽ പോലും പറ്റാതെ അവളെ നിങ്ങൾ എത്ര പെട്ടെന്ന് തിരിച്ചിവിടെ കൊണ്ടുവരണം. എനിക്കത് മാത്രമേ ഉള്ളൂ പറയാനെന്നും പറയുക. എന്നിട്ട് ദേഷ്യത്തോടെ തന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ മോക്ക് അവളുടെ മേത്തൊരു പോറലെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഞാൻ കൊന്നു കളയും എന്നിങ്ങനെ പറയാട്ടോ ബാലേന്ദ്രൻ. ആ സമയത്ത് രാജീവനും ശിവനും തല താഴ്ത്തി തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് ഗംഗേട്ടൻ പറയുന്നുണ്ട്, അത് പിന്നെ ബാലേന്ദ്ര, ഇവരുടെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയ തെറ്റാ, നീ അങ്ങ് ക്ഷമിക്കുക. അതിനുള്ള പരിഹാരം കാണാനും കൂടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. അലീനയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം, അലീനയ്ക്ക് ഒരു പോറൽ പോലും സംഭവിക്കില്ല എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. ബാലചന്ദ്രൻ ഉടനെ പറയുന്നുണ്ട്, എങ്കിൽ പറ, അലീന എവിടെയാ? അലീനയെ നിങ്ങൾ രണ്ടുപേരോട് എങ്ങോട്ടാണ് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട്, അലീന ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ നമ്മുടെ കൃഷ്ണമോക്കും ബാലേന്ദ്രനും സങ്കടമാവുകയാണ് കേട്ടോ. അവരിങ്ങനെ ഷോക്കായി തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ബാലചന്ദ്രനെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് സംസാരിക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ വീണ്ടും അവർക്ക് നേരെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് രാജീവനോടും ശിവനോടുമായിട്ട് പറയുന്നുണ്ട്, അത്ര പെട്ടെന്നൊന്നും ഇവര് രക്ഷപ്പെട്ട് പോകൂല ഗംഗേട്ടാ. എൻ്റെ മോളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതിനെ ഇവരെ ഞാൻ അഴിയെണ്ണിക്കും. മജിസ്ട്രേറ്റ് കോടതിയിൽ മാത്രമല്ല, അങ്ങ് സുപ്രീം കോടതി വരെ ഞാൻ ഇവരെ വലിപ്പിക്കും എന്ന്. ഇവരെ തിരിച്ചുപോക്ക് അത്ര എളുപ്പമായിരിക്കില്ല എന്നൊക്കെ തന്നെ നമ്മുടെ ബാലേന്ദ്രൻ പറയുക കേട്ടോ. ആ സമയത്തും അവർ തിരിച്ചൊന്നും പ്രതികരിക്കാതെ തന്നെ നിൽക്കുക. അപ്പോൾ ബാലചന്ദ്രൻ ചെറിയൊരു സംശയം ആവുന്നുണ്ട്. കാരണം എന്ത് പറഞ്ഞാലും ഉരുളക്കുപ്പേര് പോലെ മറുപടി കൊടുത്തോണ്ടിരുന്നവരാണല്ലോ. പെട്ടെന്ന് ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അതിനൊന്നും റിയാക്ട് ചെയ്യാതെ ബാലേന്ദ്രൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് തന്നെ മിണ്ടാതെ നിൽക്കുന്നത് കാണുമ്പോൾ ബാലേന്ദ്രന് സ്വാഭാവികമായിട്ടും അവിടെ സംശയം വരുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രൻ ഗംഗേട്ടനോട് ചോദിക്കുന്നുണ്ട്, അലീന ആരാണെന്നുള്ള സത്യം ഇവരോട് പറഞ്ഞായിരുന്നോ എന്ന്. അപ്പം ഗംഗേട്ടൻ പറയുന്നുണ്ട്, ഞാൻ അവരോട് പറഞ്ഞു, അലീന ആരാണെന്നുള്ള സത്യം എനിക്ക് പറയേണ്ടി വന്നു എന്ന് തന്നെ പറയുകയാണ് ഗംഗേട്ടൻ. അത് കേട്ട പാടെ ബാലചന്ദ്രൻ ഇവരോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ അലീന ആരാണെന്ന്? അവളെ ഞാൻ എന്തിനാ ഇത്രയും സംരക്ഷിച്ച് കൂടെ നിർത്തിയേക്കുന്നുള്ളതൊക്കെ ഇപ്പം തനിക്ക് മനസ്സിലായി എന്നൊക്കെ തന്നെ ശിവനോട് ചോദിക്കുന്നുണ്ട്. അപ്പം ശിവൻ മനസ്സിലായി എന്നെ തല താഴ്ത്തിക്കൊണ്ട് പറയുകയാണ് കേട്ടോ. ഇപ്പം എല്ലാം മനസ്സിലായല്ലോ. നിങ്ങൾക്കറിയാമോ ഗംഗേട്ടാ, ഇവരെന്നെക്കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയെന്ന്? അലീന എൻ്റെ രഹസ്യബന്ധമാണ്, അവൾ എൻ്റെ കീപ്പാണ്, അവൾ വെപ്പാട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചേക്കുവാണ്, എന്തൊക്കെ അനാവശ്യങ്ങളാണ് ഇവരെന്നെക്കുറിച്ച് പറഞ്ഞതെന്നറിയാവോ? അതൊന്നും ഞാൻ മറന്നിട്ടില്ല. നിങ്ങളുടെ പെങ്ങളോ ഏതോ ഒരുത്തൻ്റെ കൂടെ വഴിപിഴച്ച് നടന്ന് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചിട്ട് എൻ്റെ മോളിവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഞാനിതിൻ്റെ അച്ഛൻ മലയാളത്തിൽ തന്നെ പറഞ്ഞേനെ എന്ന് തന്നെ നമ്മുടെ ബാലേന്ദ്രൻ പറയുക. ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടാ അവൾ എന്നെ കല്യാണം കഴിച്ചത്. എന്നിട്ട് പരിവൃതിയായ ഭാര്യയായിട്ട് അവൾ അഭിനയിച്ചു. കൊള്ളാം, എന്തായാലും നല്ല ഫാമിലി എന്ന് തന്നെ നമ്മുടെ ബാലേന്ദ്രൻ പറയുമ്പോഴേക്കും ഗംഗേട്ടൻ പറയുന്നുണ്ട്, അത് പിന്നെ ബാലേന്ദ്ര, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയി. നമുക്കിപ്പോൾ അലീനയെക്കുറിച്ച് സംസാരിക്കാം. ഞങ്ങളുടെ പെങ്ങളുടെ മകളാണ് അലീന എന്ന് ഞങ്ങൾക്കിപ്പം മനസ്സിലായെന്ന് തന്നെ പറയുകയാണ്. എന്നിട്ട് ശിവനോട് തന്നെ നമ്മുടെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അലീനെ നിങ്ങൾ എങ്ങോട്ടേക്കാണ് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയെന്ന് ചോദിക്കാനായിട്ട് ഞാൻ ഹോട്ടൽ മുറിയിലേക്ക് വന്നപ്പം താനെന്തോട് എന്താ പറഞ്ഞതെന്ന് തനിക്ക് ഓർമ്മയുണ്ടല്ലോ. അലീനെ എന്താ തൻ്റെ മടിയിലെടുത്ത് ഉടുത്തിരിക്കുകയാണെന്നല്ലേ താൻ ചോദിച്ചത്? ഇപ്പം മനസ്സിലായില്ലേ ഇവരുടെയൊക്കെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന്? ഇതിപ്പോൾ നിങ്ങളുടെ പെങ്ങള് വഴിപഴിച്ചുണ്ടായ മോളായതുകൊണ്ടല്ലേ നിങ്ങൾ എന്നോട് വന്ന് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞത്? നിങ്ങളുടെ പെങ്ങളുടെ മോളായതുകൊണ്ട് മാത്രം. എൻ്റെ മകൾ വല്ലതും ആയിരുന്നെങ്കിലോ നിങ്ങൾ അവളെ കൊന്നു തന്നെ കളയുകയല്ലായിരുന്നോ എന്ന് തന്നെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് അവരോട്. ഒരു രാഷ്ട്രീയക്കാരനും ഒരു എസ് പിയും കക്ഷത്തിലുണ്ടെന്ന് കരുതി എന്ത് തോന്നിയാസം ചെയ്തു കൂട്ടാന്ന് കരുതരുത്. എസ് പിക്ക് മുകളിലും ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. ഇതിൽ നിന്ന് ഉടനെയെങ്കിലും നിങ്ങൾ രക്ഷപ്പെട്ടു പോവില്ല. എന്തായാലും നിങ്ങളെ ഞാനിട്ട് വലിപ്പിക്കും എന്ന് തന്നെ പറയുക. ബാലേന്ദ്ര, ഞങ്ങളോട് ക്ഷമിക്കുക. ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയ തെറ്റായത്. ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല ഇതൊന്നും ചെയ്തതെന്നൊക്കെ തന്നെ രാജീവനും ശിവനും കൂടിയിട്ട് പറയുന്നുണ്ട്. ഇത്രയൊക്കെ തെമാടിത്തരങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് എന്ത് ക്ഷമിക്കാനാണ് നിങ്ങൾ പറയുന്നത് തന്നെ ബാലേന്ദ്രൻ അവരോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്തും അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, ബാലേന്ദ്ര നീ ഒന്ന് അടങ്ങ്, ഞാനൊന്ന് പറയട്ടെ. ഇവർ ചെയ്തു പോയ തെറ്റിന് എന്ത് പരിഹാരവും ചെയ്യാൻ ഇവർ തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഒരു റിക്വസ്റ്റേ നിന്നോടുള്ളൂ. അലീന ആരാണെന്നുള്ള സത്യം വൈജി അറിയരുത്. വൈജി ഈ സത്യങ്ങൾ അറിഞ്ഞാൽ എന്താ സംഭവിക്കുന്നുള്ളത് നിനക്കറിയാമല്ലോ ബാലേന്ദ്ര. പിന്നെ ഈ കുടുംബമില്ല, ഈ കുടുംബം ചിന്നിച്ചെതറി പോകും. വൈജി ഈ സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അവൾ ഡിവോഴ്സിന് മൂവ് ചെയ്യും, അല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്ത് ജീവിതം തന്നെ അവസാനിപ്പിക്കും. പിന്നെ ഈ കുടുംബം ചിന്നിച്ചിതറി പോകും ബാലേന്ദ്ര എന്നിങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഈ സംഭവങ്ങളൊക്കെ വൈജി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളുടെ ഭർത്താവായിട്ട് അവളുടെ കൂടെ കഴിയാൻ എനിക്കും ആവില്ല. ഞാൻ ആ ബന്ധം ഉപേക്ഷിക്കാൻ വരെ തയ്യാറാണെന്നുള്ള രീതിയിലാട്ടോ ബാലേന്ദ്രൻ സംസാരിക്കുന്നത്. അപ്പോഴേക്കും അവർ മൂന്നുപേരും ഇങ്ങനെ ഷോക്കായി തന്നെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഗംഗേട്ടൻ പറയുന്നുണ്ട്, ബാലേന്ദ്ര നീ ഇങ്ങനെയുള്ള കടുംപിടുത്തം പിടിക്കല്ലേ. അലീനയ്ക്ക് ഒരു പോറൽ പോലും സംഭവിക്കാതെ അവളെ തിരിച്ചിങ്ങനെ എത്തിക്കും. പക്ഷേ അലീനെ ഈ വീട്ടിൽ താമസിപ്പിക്കരുത്. അലീനെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റണം. അവളെ ഞങ്ങളുടെ സ്വന്തം മോളെ പോലെ ഞങ്ങൾ നോക്കിക്കോളാം. അവൾക്ക് വേറെ വീട് വേണമെങ്കിൽ മേടിച്ചു കൊടുക്കാം, വേറെ ജോലി വേണമെങ്കിൽ അവൾക്ക് ശരിയാക്കി കൊടുക്കാം, അവൾക്ക് ജീവിക്കാനുള്ള എല്ലാ വഴികളും ഞങ്ങൾ തുറന്നു കൊടുക്കാം. പക്ഷേ അവള് വൈജയുടെ മോളാന്നുള്ള സത്യം മാത്രം വൈജ അറിയരുത്. വൈജ തിരിച്ചെത്തുമ്പം ഈ വീട്ടിൽ അവൾ ഉണ്ടാകുകയും ചെയ്യരുതെന്നൊക്കെ തന്നെ പറയുക.
ബാലചന്ദ്രൻ ഒന്ന് ആലോചിച്ചിട്ട് തന്നെ പറയുന്നുണ്ട്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അലീനയ്ക്ക് ഒരു പോറൽ പോലും സംഭവിക്കാതെ നേരം വിളിക്കുന്നതിന് മുമ്പ് അലീന ഇവിടെ എത്തിയിരിക്കണം. പിന്നെ വൈജയുടെ ആങ്ങളമാരെന്ന് പറഞ്ഞ് നടക്കുന്ന നിങ്ങൾ 3 പേരും 30 ലക്ഷം രൂപ അലീനയുടെ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യണം. ബാലചന്ദ്രൻ ഇത് പറയുമ്പോഴേക്കും ഗംഗാധര മേനോൻ ഓക്കെയാണ് കേട്ടോ. പക്ഷേ രാജുവിനും ശിവനും പരസ്പരം ഇങ്ങനെ നോക്കുകയാണ്. കാരണം അലീനയെ വെച്ചിട്ട് ഇയാൾ വില പേശുകയാണോ എന്നുള്ളൊരു സംശയത്തിൽ ഇങ്ങനെ നോക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ വെറുതെ ഒന്നും കാശ് അയച്ചു കൊടുക്കാൻ പറഞ്ഞല്ല അവക്ക്. അവളെ കൈരിക്കൽ വീട്ടിൽ ജനിച്ചു വളരേണ്ട കുഞ്ഞായിരുന്നു. എല്ലാ സുഖസൗകര്യങ്ങളോടും കൂട്ടിയിട്ട് ജീവിക്കേണ്ട പെൺകുട്ടിയായിരുന്നു. നിങ്ങൾ കാരണം അവൾ കഴിഞ്ഞ 23 വർഷം ഒരു ഓർഫനേജിൽ അനാഥയെ പോലെ വളർന്നത്. അതിന്റെ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് തന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പം ഗംഗേട്ടൻ പറയുന്നുണ്ട്, കൊടുക്കാൻ ബാലേന്ദ്ര, അത് ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം, അതൊക്കെ ഞങ്ങൾ കൊടുത്തോളാം തന്നെ പറയുന്നുണ്ട്. വൈജോടും പറഞ്ഞിട്ട് വൈജിയെ കൊണ്ടും അവളുടെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ ഇടിപ്പിക്കണമെന്ന് പറയാട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ ഗംഗേട്ടനും ശിവനും ഒക്കെ കൂടിയിട്ട് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നത് എന്ത് ഡിമാൻഡും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷെ ഞങ്ങളുടെ റിക്വസ്റ്റും കൂടി ബാലചന്ദ്രൻ അംഗീകരിക്കണം. വൈജു ഒരിക്കലും ഈ സത്യം അറിയാനേ പാടില്ല. വൈജു പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയെന്ന് തന്നെ അച്ഛൻ എല്ലാവരോടും പറഞ്ഞത്. അത് അന്ന് തന്നെ മരണപ്പെട്ടു പോയെന്ന് അച്ഛൻ എല്ലാവരോടും പറഞ്ഞ് വിശ്വസിപ്പിച്ചേക്കുന്നത്. ഇനിയിപ്പം അതല്ലായിരുന്നു സത്യം എന്ന് അറിയുമ്പം അതുണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ചെറുതൊന്നും അല്ല ബാലേന്ദ്ര. പ്ലീസ് ബാലേന്ദ്ര, ഞങ്ങളുടെ ഈ റിക്വസ്റ്റ് ബാലേന്ദ്രൻ അംഗീകരിക്കണമെന്നൊക്കെ തന്നെ പറയാട്ടോ. ബാലചന്ദ്രൻ ഒരു സംശയത്തോടെ തന്നെ ഇവരെ 3 പേരും നോക്കുമ്പോഴേക്കും ഗംഗേട്ടൻ പറയുന്നുണ്ട്, ബാലേന്ദ്ര ഞങ്ങൾ പറയുന്നത് നീ വിശ്വസിക്കുക. അവർക്ക് ഇനി 1 കോടി രൂപ ചെലവാക്കണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ അതൊക്കെ ചെയ്യാൻ റെഡിയാ. എല്ലാം കൊടുത്ത് നല്ലൊരു വിവാഹം കഴിപ്പിച്ച് വിടാനും ഞങ്ങൾ റെഡി തന്നെയാ. ഞങ്ങളുടെ ഡിമാൻഡ് മാത്രം ബാലേന്ദ്രൻ അംഗീകരിച്ചാൽ മതി എന്നും പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും കൃഷ്ണമൊക്കെ ആകെപ്പാടെ സങ്കടമാവുന്നുണ്ട്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഒരിക്കലും ഇത് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ആകെപ്പാടെ തകർന്ന അവസ്ഥയല്ല ഞാനിപ്പോൾ. ഗംഗേട്ടൻ പറയുന്നുണ്ട്, ബാലേന്ദ്ര ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ഈ കുടുംബം തകർന്ന് ശിഥിലമായി പോകും. ഇപ്പം ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒത്തുതീർപ്പാക്കാവുന്നതല്ലേ ഉള്ളൂ. വൈജി ഈ കാര്യങ്ങൾ അറിയാതിരുന്നാൽ മാത്രം മതി. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റാണ് ബാലേന്ദ്ര. ഞങ്ങൾ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാനും റെഡിയാ. ദയവ് ചെയ്ത് വൈജൻ ഈ സത്യങ്ങൾ ബാലേന്ദ്രൻ അറിയിക്കരുത്. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ബാലേന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, അലീന എവിടെ? എൻ്റെ മകളെ നിങ്ങൾ എങ്ങോട്ടേക്കാണ് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയത്? അപ്പം രാജീവിനോടാണ് ബാലേന്ദ്രൻ ഏറ്റവും കൂടുതൽ ദേഷ്യം. കാരണം ഇതുപോലുള്ള കുരുട്ടുബുദ്ധികളൊക്കെ ചെയ്യുന്നത് അവനാണ്. ഇതുപോലുള്ള കുരുട്ടുബുദ്ധികളൊക്കെ കൈകാര്യം ചെയ്യാൻ രാജീവ് മിടുക്കലെന്നുള്ളത് ബാലേന്ദ്രൻ അറിയാം. അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ രാജീവിനോട് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മോൾ എവിടെടാന്ന്. അപ്പോഴേക്കും രാജീവ് പറയുന്നുണ്ട്, ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അവളെ ഞങ്ങൾ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിക്കാമെന്ന് പറഞ്ഞല്ലോ എന്ന് തന്നെ പറയുകയാണ്. ആ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് പോലീസ് വണ്ടി വരുന്നുണ്ട് കേട്ടോ. കാരണം ആ പരാതി കൊടുത്തത് അന്വേഷിക്കാനൊക്കെ ആയിട്ട് അവരങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ബാലേന്ദ്രൻ നേരിട്ട് പോയി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് വന്നേക്കുന്നതാണ് പോലീസ്. ആ പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നിട്ടാണെങ്കിലും അവിടെ കിടന്ന ഒരു ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നുണ്ട്. കാരണം അലീനയുടെ കാര്യത്തിൽ ബാലേന്ദ്രൻ എന്തെങ്കിലും ഒരു പരാതിയായിട്ട് വന്നാലും അത് വേണ്ട രീതിക്ക് അന്വേഷിക്കേണ്ടെന്നൊക്കെ ഇവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ കാര്യമായ ഒരു അന്വേഷണമൊന്നും ഇവരുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ബാലേന്ദ്രൻ അറിയായിരുന്നു. പോലീസ് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ച കാര്യങ്ങളൊക്കെ. അവിടെ നിന്നും ഒരു ക്ലൂവും കിട്ടിയില്ല എന്നൊക്കെ തന്നെയാണ് കേട്ടോ അവർ പറയുന്നത്. പിന്നെ ശിവനെ സൈഡ് പിടിച്ചാണ് പോലീസ് സംസാരിക്കുന്നതും. ആ സമയത്ത് വീണ്ടും ബാലചന്ദ്രന്റെ ദേഷ്യം വരിക. ബാലചന്ദ്രൻ ഉടനെ തന്നെ ആ പോലീസുകാരനോടും ശിവനോടും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങളെല്ലാം കയ്യാളുകളാണെന്ന് എനിക്കറിയാം. ഞാൻ ഹോട്ടൽ റൂമിൽ വന്ന് പോലീസ് കംപ്ലൈന്റ് ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞതല്ലേ ശിവേട്ടാ പോലീസുകാരുടെ അടുത്ത് പോയിട്ട് ഒരു കാര്യമില്ലെന്ന്. എങ്കിലും ഞാനൊരു കംപ്ലൈന്റ് അവിടെ കൊടുത്തിട്ടിരുന്ന അതെന്തിനാന്നൊക്കെ ഞാൻ പിന്നീട് പറയാം. എന്നിട്ട് പോലീസിനോട് പറയുന്നുണ്ട്, എൻ്റെ മോളെ കാണാനില്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എത്ര മണിക്കൂറായടോ? എന്നിട്ട് താൻ എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയി അന്വേഷിച്ചല്ലാതെ താൻ എന്തെങ്കിലും അന്വേഷണം ഇതിൽ നടത്തിയോ എന്നൊക്കെ തന്നെ ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ട് ചോദിക്കുക. അപ്പോഴേക്കും അയാൾക്ക് ദേഷ്യം വന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ പോലീസ് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അല്ല എനിക്കൊരു സംശയം, നിങ്ങൾക്ക് 3 മക്കളല്ലേ ഉള്ളത്? ഒരു മോനും 2 പെൺകുട്ടികളും. 2 മക്കൾ ഭാര്യ വീട്ടിലും ഒരാള് തൻ്റെ കൂടെയുണ്ട്. പിന്നെ ഏത് മോളാടോ തനിക്കുള്ളത്? പിന്നെ ഈ പറയുന്ന അലീന, അത് ഏത് വകയിൽ തനിക്ക് ജനിച്ച മോളാടോ? അലീന സ്വന്തം മോള് തന്നെയാണോ? അല്ലെങ്കിൽ വേറെന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വലിഞ്ഞ് ചോദിക്കുമ്പോഴേക്കും തന്നെ ബാലേന്ദ്രനും ഒക്കെ ദേഷ്യം വരികയാണ് കേട്ടോ. ബാലേന്ദ്രൻ ഉടനെ പറയുന്നുണ്ട്, അലീന ഈ വീട്ടിലെ സെർവൻ്റ് ആയിരുന്നു. ഒരാളെ കാണാനില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് തന്നാൽ അത് ഇവിടെ വന്നല്ല അന്വേഷിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ജോലി പോലും മര്യാദയ്ക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഇപ്പം എനിക്ക് മനസ്സിലായി എന്നൊക്കെ തന്നെ ബാലചന്ദ്രൻ വീണ്ടും അയാളോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശിവൻ ആ പോലീസുകാരനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടോ താൻ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, അയാൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. നമുക്ക് അവിടെ തെറ്റുപറ്റി പോയത്. അയാൾ രണ്ടും കൽപ്പിച്ച അയാൾക്ക് മനസ്സിലായി ഇതിന്റെ പിന്നിൽ ഞങ്ങളായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് താൻ വെറുതെ അയാളെ ചൊറിയാൻ നിൽക്കേണ്ട. അലീന ഞങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെയുണ്ട്. അവളെ ഇവിടുന്ന് മാറ്റിയത് ഞങ്ങളാ.
അതുകൊണ്ട് താൻ ഇതിൽ ഇടപെട്ട് കൂടുതൽ കുഴപ്പമുണ്ടാക്കാൻ നിൽക്കേണ്ടെന്നൊക്കെ തന്നെ പറയുക കേട്ടോ. എന്നിട്ട് ശിവൻ ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, ബാലചന്ദ്ര വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, അലീനെ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നോളാം. അലീന ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്കെതിരെ കൊടുത്തിരിക്കുന്ന ഈ പരാതി ഒന്ന് പിൻവലിക്കണമെന്ന് പറയുക കേട്ടോ. അപ്പൊ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട വേണ്ട, ആദ്യം അലീന ഇവിടെ എത്തണം, എന്നിട്ട് ബാക്കി നോക്കാമെന്നും പറയുക. അലീനെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ കൊണ്ടുവരണം, അവളെ കണ്ടാലേ എനിക്ക് സമാധാനം ആകുള്ളൂ എന്ന് ബാലേന്ദ്രൻ പറയുമ്പോഴേക്കും നമ്മുടെ രാജീവനും ശിവനും ഒക്കെ കൂടിയിട്ട് പറയുന്നുണ്ട്, അവൾക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ബാലചന്ദ്രൻ അതോർത്ത് വിഷമിക്കേണ്ടെന്നൊക്കെ തന്നെ അവർ പറയുന്നുണ്ട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, കൊള്ളാം, എന്ത് നിസ്സാരമായിട്ടാണോ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? സ്വന്തം പെങ്ങളുടെ മോളാന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നൊന്തുവല്ലേ? ആര് പ്രസവിച്ച മോളാണെങ്കിലും അതൊരു പെൺകുട്ടിയാണെന്നുള്ളൊരു വിചാരം പോലും നിങ്ങൾക്ക് ഉണ്ടായില്ലല്ലോ. കഷ്ടം തന്നെ. എന്തൊരു സംസ്കാരവും ആത്മാഭിമാനവും ഉള്ള കുടുംബമാണ് നിങ്ങളുടേത്. കുറച്ചു മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, ആത്മാഭിമാനം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന്. ഇതായിരുന്നു അല്ലേ നിങ്ങളുടെ കുടുംബ മഹിമ? എന്തായാലും കൈരിക്കൽ വീട്ടിലെ ആന്തരികളെല്ലാം നല്ല സംസ്കാരമുള്ളവർ തന്നെയാ എന്നിങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ കളിയാക്കിക്കൊണ്ട് തന്നെ പറയുകയാണ്. എന്നിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഇതിനെ കൂട്ടു നിന്ന ഒരാളെ പോലും ഞാൻ വെറുതെ വിടില്ല, ഇതിന് കൂട്ടു നിന്ന എല്ലാവരെയും ഞാൻ വലിപ്പിക്കും. അല്ലെങ്കിൽ നോക്കിക്കോ, ബാലേന്ദ്രനായി പറയുന്നേ, ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല ഗംഗാട്ടാന്ന് തന്നെ പറയുമ്പോഴേക്കും ഗംഗാധരമേനൻ പറയുന്നുണ്ട്, ബാലേന്ദ്ര നീ ഒന്ന് അടങ്ങ്, ആദ്യം നമുക്ക് അലീനെ സേഫായിട്ട് തിരിച്ചെത്തിക്കാൻ നോക്കാം. ഇപ്പൊ അവൾ ആകെ പാനിക്കായിട്ടുണ്ടാകും, ആദ്യം അവളെ തിരിച്ചെത്തിക്കണം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാന്ന്. അപ്പൊ ബാലേന്ദ്രൻ ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്, ഇവർക്കെല്ലാം അറിയാവുള്ളൂ അലീന എവിടെയാന്നുള്ളത്, ഇവര് പറയട്ടെ എവിടെയാന്ന് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അത് പിന്നെ ബാലേന്ദ്ര, എൻ്റെ അളിയൻ്റെ ഒരു റബ്ബർ തോട്ടമുണ്ട്, ഒരു 25 ഏക്കർ വരുന്ന റബ്ബർ തോട്ടം. ആ റബ്ബർ തോട്ടത്തിനകത്ത് ആൾതാമസം ഒരു വീടുണ്ട്, അവിടെയാ അങ്ങോട്ടേക്ക് അലീനയെ കൊണ്ടുപോകാൻ പറഞ്ഞത്. അവൾക്ക് അവിടെ വേറെ കുഴപ്പങ്ങളൊന്നും സംഭവിക്കില്ല എന്നൊക്കെ തന്നെ രാജീവൻ പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ ഇനി എന്ത് നോക്കാനാ, എന്നാൽ വേഗം തന്നെ അങ്ങോട്ടേക്ക് ചെല്ലാം എന്ന് ഗംഗാധര മേനൻ പറയുമ്പോഴേക്കും പോലീസും രാജീവനും ശിവനും അതുപോലെ തന്നെ ബാലേന്ദ്രനും എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അലീന ആണെങ്കിലും ആകെ പേടിച്ച് വിറച്ച് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഗുണ്ടകൾ കുറേ പ്രാവശ്യം വന്ന് ഡോറ് തുറക്കാനൊക്കെ പറയുന്നുണ്ടെങ്കിലും അലീന ഡോറ് തുറക്കുന്നേ ഇല്ല. ഡോറ് തുറന്നിട്ടുണ്ടെങ്കിൽ അവർ ഉപദ്രവിക്കുന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ട് തന്നെ അലീന ആകെ പേടിച്ച് വിറച്ച് ഒരു മൂലയിൽ ഒതുങ്ങി കൂടി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ജനലിൽ കൂടെ നോക്കിക്കൊണ്ട് എന്നെ ആരെങ്കിലും സഹായിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ അലമുറയിട്ട് കരയുന്നുണ്ടെങ്കിലും നീ ഇവിടെ കിടന്ന് എന്തോരം അലമുറയിട്ട് കരഞ്ഞാലും അത് ആരും തന്നെ കേൾക്കാൻ പോകുന്നില്ലടി, ആരും നിന്നെ രക്ഷിക്കാനും വരാൻ പോകുന്നില്ല, നിനക്കിനി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ലടി എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയാണ്. ആ നേരം കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് രാജീവനും ശിവനും പോലീസുകാരും ബാലേന്ദ്രനും ഒക്കെ കൂടിയിട്ട് എത്തുന്നുണ്ട്. പെട്ടെന്ന് പോലീസ് വണ്ടിയൊക്കെ അങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും ആ റൗഡികളെല്ലാം പേടിച്ച് അവർ 4 പാടും ഓടി പോകുന്നുണ്ട് കേട്ടോ. അവരെ ചേസ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, കാരണം രാജീവും ശിവനും ഒക്കെ കൂടിയിട്ട് ഏർപ്പാട് ചെയ്തിട്ടുള്ള ഗുണ്ടകളായിരുന്നല്ലോ. അതുകൊണ്ട് പോലീസുകാരും അവരെ പിടിക്കാനുള്ള ശ്രമങ്ങളൊന്നും തന്നെ നടത്തുന്നില്ല. ബാലചന്ദ്രനാണെങ്കിലും പെട്ടെന്ന് അലീനയുടെ ഒച്ച കേട്ടോണ്ട് ആ ജനലിന്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. അലീന ആകെ പേടിച്ച് വിറച്ച് കരഞ്ഞ് നിലവിളിച്ച് നിൽക്കുന്ന അലീനയെ കാണുമ്പോഴേക്കും അവളുടെ അവസ്ഥ കാണുമ്പോഴേക്കും ബാലചന്ദ്രൻ തന്നെ അങ്ങ് വിങ്ങി പൊട്ടി കരഞ്ഞു പോവുകയാണ്. ബാലചന്ദ്രൻ മോളെ എന്ന് വിളിക്കുമ്പോഴേക്കും അച്ഛാ അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലീന കരഞ്ഞുകൊണ്ട് അടുത്തേക്ക് വരുന്നുണ്ട്. അലീനയുടെ അവസ്ഥ കണ്ടിട്ട് ബാലചന്ദ്രൻ ആകെ തളർന്നതുപോലെ ആവുകയാണ്. ആ ഒരു സമയത്ത് ഗംഗേട്ടൻ ബാലചന്ദ്രന്റെ പിന്നാലെ എത്തുന്നുണ്ട്. ഇവരുടെ ഈ ഒരു സ്നേഹപ്രകടനവും സങ്കടവും ഒക്കെ കാണുമ്പോഴേക്കും ഗംഗേട്ടനും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. ശിവനും രാജീവനും ഒന്നും പറയാനില്ലാതെ തല കുനിച്ച് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. മോള് വിഷമിക്കണ്ട, മോളെ കൂട്ടിക്കൊണ്ട് പോകാൻ അച്ഛൻ വന്നത്, മോളിനെ ഒന്നും ഓർത്ത് പേടിക്കണ്ട, മോളെ ആരും ഒന്നും ചെയ്യില്ല എന്നൊക്കെ തന്നെ ബാലേന്ദ്രൻ അലീനയ്ക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. മോള് വാതിൽ തുറക്ക്, നമുക്ക് വീട്ടിലോട്ട് പോകാന്നൊക്കെ പറയുമ്പോഴേക്കും അലീന പതിയെ ചെന്ന് വാതിലൊക്കെ തുറക്കുന്നുണ്ട്. പോലീസുകാരും ബാലേന്ദ്രനും രാജീവും ശിവനും ഗംഗാധരനും എല്ലാവരോടെ അകത്തോട്ട് കയറി ചെല്ലുന്നുണ്ട്. അലീന ആ സമയം കൊണ്ട് തന്നെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. പതിയെ വാതിലൊക്കെ തുറന്ന് പുറത്തോട്ട് വരുമ്പോഴേക്കും ബാലേന്ദ്രനെ കാണുന്നുണ്ട്. അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഓടി വന്ന് ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ച് നിന്ന് കരയുകയാണ്. ബാലേന്ദ്രൻ അവളെ ആശ്വസിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്, മോൾക്ക് ഒരു കുഴപ്പവും ഇല്ല, അച്ഛൻ ഇനി വന്നില്ലേ, മോള് പേടിക്കണ്ട, മോളെ ഇനി ആരും ഒന്നും ചെയ്യില്ല, മോളൊന്നും കൊണ്ട് തന്നെ പേടിക്കണ്ടെന്നൊക്കെ അലീനയോട് പറയുന്നുണ്ട്. അപ്പൊ അലീനയും പറയുന്നുണ്ട്, അച്ഛാ ഞാൻ പേടിച്ചു പോയ അച്ഛാ, ഞാൻ ഇവിടെ തന്നെ കിടന്ന് മരിച്ചു പോകുന്ന അച്ഛൻ ഞാൻ ഓർത്തത്. പറയുന്നത് പൂർത്തിയാക്കാൻ പോലും പറ്റാതെ അലീന വിങ്ങിപ്പൊട്ടി കരയുകയാണ്. ബാലചന്ദ്രൻ ഗംഗടനോടും രാജീവനോടും ഒക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്, കണ്ടോ എന്റെ മോള് കിടന്ന് കരയുന്ന കണ്ടോ, ഇവളുടെ അവസ്ഥ നിങ്ങൾ കണ്ടോ? ഇനിയിപ്പോ ഇവള് എന്റെ ആരുമല്ലെന്ന് തന്നെ ഇരിക്കട്ടെ, എങ്കിലും ഇതുപോലൊരു പെൺകുട്ടിയോട് ദ്രോഹം ചെയ്യാൻ മാത്രം നിങ്ങളൊക്കെ അത്രയും ദുഷിച്ച മനസ്സിലാണോ? എത്ര ക്രൂരമായിട്ടാണ് നിങ്ങൾ ഇവളോട് പെരുമാറിയെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കാൻ തന്നെ എനിക്കിപ്പോൾ അറപ്പാവുക. ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ നിങ്ങളുടെയൊക്കെ സംസ്കാരം, പറയാൻ തന്നെ എനിക്ക് അറപ്പാവുന്നു ചേ എന്നൊക്കെ തന്നെ ബാലേന്ദ്രൻ അപ്പോഴേക്കും ഗംഗാധരൻ പറയുന്നുണ്ട്, ബാലചന്ദ്ര അറിവില്ലായ്മ കൊണ്ട് ഇവർ ചെയ്തു പോയ തെറ്റില്ലേ, നീ അങ്ങ് പൊറുക്കുക. എന്തായാലും അലീനയ്ക്ക് വേറൊന്നും സംഭവിച്ചില്ലല്ലോ, ഇനിയിപ്പോൾ ഇവർ അലീനയെ ഒന്നും ചെയ്യില്ല, നീ അവരോട് പൊറുക്ക് ബാലേന്ദ്ര എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്.
അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട വേണ്ട, എൻ്റെ മോളുടെ കരച്ചിൽ കണ്ടിട്ടേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള യാതനകളൊക്കെ അനുഭവിക്കേണ്ടവളാണോ ഇവള്? ഇതിനൊക്കെ ഞാൻ പകരം ചോദിച്ചിരിക്കും ഗംഗേട്ടാ. ഇത് ഞാൻ വെറുതെ വിടില്ല. ഇപ്പം എന്തായാലും ഞാൻ എൻ്റെ മോളെയും കൊണ്ട് പോവുക. ബാക്കിയൊക്കെ പിന്നീട് സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അലീനയും കൂട്ടിയിട്ട് ബാലേന്ദ്രൻ ഇറങ്ങി പോകുന്നുണ്ട്. ബാലചന്ദ്രൻ അലീനയും കൂട്ടിയിട്ട് പോകാൻ ഇറങ്ങുമ്പോഴേക്കും തന്നെ രാജീവനും ശിവനും അലീനയെ വിളിക്കുന്നുണ്ട്. മോളെ അലീന എന്നവർ വിളിക്കുമ്പോഴേക്കും അത് കേട്ടുകൊണ്ട് ബാലചന്ദ്രനും അലീനയും കൂടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ബാലചന്ദ്രനും അലീനയും അവരെ തിരിഞ്ഞ് നോക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അവർ അലീനയോടായിട്ട് പറയുന്നുണ്ട്, മോളെ അലീന, നീ ഞങ്ങളോട് ക്ഷമിക്കേ. നീ ആരാണെന്നുള്ള സത്യം അറിയാതെയാ നിന്നോട് ഞങ്ങൾ ഇതുപോലുള്ള ക്രൂരതകളൊക്കെ ചെയ്തത്. ഞങ്ങൾക്കറിയാം, നിന്നെ ഞങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചു. പറയാൻ പാടില്ലാത്ത പലതും പറഞ്ഞ് നിന്നെ ഞങ്ങൾ വിഷമിപ്പിച്ചു. ഞങ്ങളോട് പൊറുക്ക് മോളെ, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു നീ ഞങ്ങളുടെ വൈദ്യ പ്രസവിച്ച മോളാണെന്നുള്ള കാര്യം. ഞങ്ങളോട് ക്ഷമിക്കും മോളെ എന്നൊക്കെ തന്നെ അവർ അലീനയുടെ കൈ പിടിച്ച് മാപ്പ് പറയാൻ നോക്കുന്നുണ്ടെങ്കിലും അലീന അവരുടെ കൈ തട്ടി മാറ്റിയിട്ട് ബാലേന്ദ്രനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗംഗാധരനും പറയുന്നുണ്ട്, മോളെ അലീന, ഇവർ പറയുന്ന സത്യമാണ്. ഇവർ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബാലചന്ദ്രന്റെ മകളാണെന്ന് കരുതിയിട്ടാ അവർ ഇതുപോലുള്ള അക്രമങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത്. വൈജയുടെ ജീവിതം സുരക്ഷിതമാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതുപോലുള്ളൊരു തെറ്റൊക്കെ ചെയ്തു പോയി. അതൊന്നും ഇത്രയും വലിയ പ്രശ്നങ്ങളാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല മോളെ. ഞങ്ങളോട് നീ ക്ഷമിക്കും മോളെ എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. അലീന ഒന്നും മിണ്ടാതെ പൊട്ടിക്കരയുകയാണ്. വാ മോളെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അലീനയെ വിളിച്ചുകൊണ്ട് ബാലചന്ദ്രൻ പോകുന്നുണ്ട്. ശരിക്കും അലീന വാടി തളർന്നിട്ടുണ്ടായിരുന്നു. അലീന ശരിക്കും ടയേർഡായി പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും നേരം കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ അലീനയും കൂട്ടിയിട്ട് ബാലചന്ദ്രൻ നേരെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് വരികയാണ്. തൊട്ടുപുറകെ തന്നെ രാജീവനും ശിവനും ഗംഗാധരനും വരുന്നുണ്ട്. അങ്ങോട്ടേക്ക് വന്ന് കയറുമ്പോഴേക്കും തന്നെ കൃഷ്ണമോളാണ് കേട്ടോ വാതിൽ തുറക്കുന്നത്. അലീനയെ കണ്ട പാടെ തന്നെ കൃഷ്ണമോള് ഓടി വന്ന് ചേച്ചിയെന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. ക്ഷീണിച്ച് അവശതയായ അലീന മോളെ എന്ന് വിളിക്കുമ്പോഴേക്കും, ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അവർ ചേച്ചി ഉപദ്രവിക്കുകയെല്ലാം ചെയ്തോ, ചേച്ചി ഓക്കെ അല്ലേ എന്നൊക്കെ ഭയങ്കര വിഷമത്തോടെ തന്നെ ചോദിക്കുക കൃഷ്ണമോള്. ഇല്ല മോളെ, അവരെന്നെ ഒന്നും ചെയ്തില്ല, ഞാൻ പേടിച്ചു പോയതാ. എന്നെ ഒരു റൂമിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ശരിക്കും ഞാൻ പേടിച്ചു പോയി മോളെ. അവിടെ നിന്ന് ഇനി രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞാൻ ഓർത്തല്ല എന്നൊക്കെ തന്നെ പറഞ്ഞ് കരയുകയാണ്. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോളും പറയുന്നുണ്ട്, ഞങ്ങളും പേടിച്ചു പോയി ചേച്ചി ഇനി അവന്മാരെ ഉപദ്രവിക്കുമെന്ന് ഞങ്ങൾ പേടിച്ചു പോയി എന്നൊക്കെ തന്നെ കൃഷ്ണമോളും പറയുന്നുണ്ട്. എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ, അത് തന്നെ ഭാഗ്യമെന്ന് പറയുകയാണ് കൃഷ്ണമോള്. അങ്ങനെ അലീനയെ കൂട്ടിയിട്ട് കൃഷ്ണമോൾ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെ ബാലചന്ദ്രൻ ഫോൺ എടുത്ത് മനുവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മനു, നീ ഇപ്പോൾ എവിടെയാന്ന് ചോദിക്കുമ്പോഴേക്കും, അങ്കിളെ ഞാൻ അലീനയെ ഓരോ സ്ഥലത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അലീനയുടെ എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, കിട്ടി മനു, അലീന ഇപ്പോൾ വീട്ടിലുണ്ട്, നീ നേരെ ഇങ്ങി പോരെ, നേരെ ഇത്രയും ആയില്ലേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും, ദേ ഞാൻ വരുന്നു അങ്കിളെ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ മനു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അലീന തിരികെ വീട്ടിലെത്തി എന്ന് അറിയുമ്പോഴേക്കും മനുവിന് അതൊരുപാട് ആശ്വാസമാവുന്നുണ്ട്. മനുവും നേരെ നെടുമ്പുരക്കിലോട്ട് വെച്ച് പിടിപ്പിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഗംഗാധരനും രാജീവനും ശിവനും ഒക്കെ കൂട്ടിയിട്ട് നെടുമ്പുരക്കൽ വീട്ടിൽ തന്നെയുണ്ട്. ശിവേട്ടനും രാജീവും ഗംഗേട്ടനും എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് മനു അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ. മനു വന്നിട്ട് എല്ലാവരും ഒന്ന് തുറച്ച് നോക്കിയിട്ട് തന്നെ ബാലൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അങ്കിളെ അലീന എവിടെ, അവൾ ഓക്കെ അല്ലേ, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അവളെ ആരെങ്കിലും ഉപദ്രവിച്ചോ, അവൾ എന്തിയേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മനു കുഴപ്പമൊന്നുമില്ല, അവൾ ഓക്കെയാ, അവളെ ആരെയും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, അവൾ കുറച്ചധികം പേടിച്ചിട്ടുണ്ട്, കൃഷ്ണമോൾ അവളെയും കൂട്ടിയിട്ട് അകത്തോട്ട് പോയിട്ടുണ്ടെന്ന് തന്നെ പറയുകയാണ്. എന്നിട്ട് അലീനയെ കാണാനായിട്ട് മനു അങ്ങോട്ടേക്ക് കയറി പോകുന്നുണ്ട്. അലീനയുടെ അടുത്ത് നിന്നിട്ട് മനു ചോദിക്കുന്നുണ്ട്, അലീന നീ ഓക്കെ അല്ലേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, മനുവേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാ, എന്നെ അവരങ്ങനെ ഉപദ്രവിച്ചൊന്നുമില്ല, എന്നെ ഒരു റൂമിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു, ഞാൻ പേടിച്ചു പോയി മനുവേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന വീണ്ടും കരയുക കേട്ടോ. അപ്പോഴേക്കും മനു അടുത്തോട്ട് ചെന്നിട്ട് അലീനയെ ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. സാരമില്ല പോട്ടെ, എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, സേഫായിട്ട് തിരിച്ചെത്തിയല്ലോ, അത് മതി, ഞാൻ എന്തായാലും അവരെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ മനു ഹാളിലോട്ട് ഇറങ്ങി വരികയാണ്. എന്നിട്ട് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അങ്കിളെ ആരാ ഇതിൻ്റെയൊക്കെ പിന്നിൽ, ഇവരെന്താ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, ദേ ഇരിക്കുന്നു നിന്റെ അച്ഛനും കൊച്ചച്ഛനും വല്യച്ഛനും ഒക്കെ, അവരോട് തന്നെ നീ നേരിട്ട് ചോദിക്കുക എന്നിങ്ങനെ പറയുക. അപ്പോഴേക്കും മനു അങ്ങോട്ടേക്ക് വന്നിട്ട് അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, ആരാ ഇങ്ങനെയൊക്കെ ചെയ്തത്, ഇതൊക്കെ ആരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണെന്ന് ഞാൻ ഈ ചോദിച്ചേ എന്നിങ്ങനെ ചോദിക്കാം കേട്ടോ. രാജീവൻ പറയുന്നുണ്ട്, അത് പിന്നെ മനു, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സത്യങ്ങളൊന്നും, ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റി പോയതാ, അലീന ആരാണെന്ന് അറിയാതെയാ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്, അവളെ അങ്ങനെ ഉപദ്രവിക്കണമെന്നൊന്നും വിചാരിച്ചിട്ട് ചെയ്തതല്ല, അവളെ നേരം വിളിക്കുന്നതിന് മുമ്പ് എങ്ങോട്ടെങ്കിലും നാട് കിടത്തണമെന്ന് ഉദ്ദേശിച്ചിട്ട് ചെയ്താ. പക്ഷേ അതിനു മുമ്പ് ഗംഗേട്ടൻ വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഗംഗേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് പറയുമ്പോഴേക്കും മനു ഉടനെ ചോദിക്കുന്നുണ്ട്, ഓഹോ അപ്പം ഇപ്പം സത്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ, അലീന ആരാണെന്നുള്ളതൊക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട്, മനസ്സിലായി മോനെ, ഗംഗേട്ടൻ പറഞ്ഞു അലീന ആരാണെന്നുള്ള കാര്യം, അലീന ഞങ്ങളുടെ പെങ്ങൾ വൈദ്യ പ്രസവിച്ച മകളാണെന്ന് തിരിച്ചറിയാൻ ഞങ്ങൾ ഒരുപാട് വൈകിപ്പോയി,
ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച തെറ്റ് തന്നെയാണ്, ഞങ്ങൾ അറിയാതെ ചെയ്തു പോയതാ. ഞങ്ങളോട് നീ ക്ഷമിക്കുന്നൊക്കെ തന്നെ ശിവൻ പറയുന്നുണ്ട് കേട്ടോ മനുവിനോട്. അപ്പോൾ അത് ശരി, പെങ്ങളുടെ മകളായതുകൊണ്ട് മാത്രമാണല്ലേ നിങ്ങൾ അവളെ തിരിച്ച് വീട്ടിലെത്തിച്ചത്? പെങ്ങളുടെ മകളല്ലായിരുന്നെങ്കിൽ നിങ്ങൾ അവളെ കൊന്നു കളയുമായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുക. എന്ത് മണ്ടത്തരങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? ഇത് പെണ്ണ് കേസാ, ഇതിനകത്തൊക്കെ അകപ്പെട്ട എന്താ സംഭവിക്കുന്നുള്ളത് അറിയാമല്ലോ. നിങ്ങൾക്ക് ഇത്രയ്ക്ക് വിവരമില്ലായിരുന്നോ? ഇതെങ്ങാനും പോലീസ് കേസ് ആയാല് തിരിച്ചുപോക്കൊന്നും ഉണ്ടാവില്ല, അത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും രാജീവൻ പറയുന്നുണ്ട്, എടാ മനു, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സത്യങ്ങളൊന്നും. ഗംഗേട്ടൻ ഈ സത്യങ്ങളൊക്കെ അറിയാമായിരുന്നു, എന്നിട്ട് പോലും ഗംഗേട്ടൻ ഞങ്ങളോട് ഇതൊന്നും പറഞ്ഞില്ല. കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറിയത്. നേരത്തെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു എന്ന് തന്നെ പറയുകയാണ് അവർ. അപ്പോഴേക്കും ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, അത് വേറൊന്നും കൊണ്ടല്ല മനു, ഞാൻ അന്ന് വന്നപ്പോൾ തന്നെ മനസ്സിലാക്കിയതാ ബാലചന്ദ്രൻ അലീനെ എങ്ങനെയാണ് കാണുന്നെന്നുള്ളത്. ഈ സംഭവങ്ങളൊന്നും വൈജിയെ ബാലചന്ദ്രനെ അറിയിച്ചിട്ടില്ല എന്നുള്ളതും എനിക്ക് മനസ്സിലായി. ബാലചന്ദ്രന് അവളോടുള്ള ദേഷ്യം തീരുമ്പോഴേക്കും ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങ് തേഞ്ഞു മഞ്ഞു പോകുന്നാണ് വിചാരിച്ചത്. പിന്നെ കൂടുതൽ ആരും ഇത് അറിയണ്ടെന്ന് ഓർത്തിട്ടാണ് ഇവരോടൊന്നും പറയാതിരുന്നത്. അതിനിടയിലാണ് അവരിവിടെ വന്ന് ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടി ഈ പ്രശ്നങ്ങളൊക്കെ ഇത്രയും വഷളാക്കിയത്. എന്ത് ചെയ്യാനാ, ഇപ്പോഴെങ്കിലും ഇവരോട് സത്യം പറയാതിരിക്കാൻ പറ്റിയില്ല. ഇപ്പൊ സത്യങ്ങൾ അറിയിച്ചില്ലെങ്കിൽ അലീനയുടെ ജീവനം തന്നെ ആവത്താന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇവരോട് പറഞ്ഞതാ. എന്തായാലും ഇപ്പൊ ഇവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നിങ്ങനെ പറയുക കേട്ടോ. എന്നിട്ട് ഗംഗേട്ടൻ പറയുന്നുണ്ട്, ഞങ്ങൾ അലീനയോടും ബാലേന്ദ്രനോടും ക്ഷമ ചോദിച്ചു മനു. ഇത് കൂടുതൽ എങ്ങനെ ഇനി ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനൊക്കെ തന്നെ നമ്മുടെ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മനു പറയുന്നുണ്ട്, ഒറ്റ വാക്കിലൊരു ക്ഷമ വെച്ചാൽ അതോടെ എല്ലാം കഴിഞ്ഞു അല്ലേ? ഇത്രയും നാളും ഇവർ ഈ വീട്ടിൽ കയറി നടന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ ഉള്ളത് വല്യച്ഛൻ അറിയാവോ? അതൊന്നും ഒരിക്കലും ക്ഷമിച്ചു തരാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അച്ഛനും കൊച്ചച്ഛനും കൂടിയിട്ട് എല്ലാ തെമ്മാടിത്തരങ്ങളും കാണിച്ചു കൂട്ടി, അല്ലാതെ എന്ത് പറയാനാ? മനു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഏത് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിക്കോ. അറിയാമല്ലോ, അങ്കിളിന്റെ സകല നിയന്ത്രണം വിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് നടന്നാലും അതൊക്കെ ഫേസ് ചെയ്യാൻ നിങ്ങൾ റെഡിയായിക്കോ, അല്ലാതെ ഞാനെന്ത് പറയാനാ? ഓരോന്നൊക്കെ ചെയ്ത് കാണിച്ചു കൂട്ടി വെച്ചിട്ട് നിന്നോളും. ഇനിയിപ്പോൾ എന്ത് പറയാനാ ഞാൻ എന്നൊക്കെ തന്നെ നമ്മുടെ മനു പറയുന്നുണ്ട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, കേട്ടോ മനു, ഇവർ എന്നോടൊരു ഡിമാൻഡ് പറഞ്ഞു, വൈജി ഈ സത്യങ്ങളൊന്നും അറിയിക്കരുതെന്ന്. അലീനെ ഇവർ പൊന്നുപോലെ നോക്കിക്കോളാമെന്ന്. സ്വന്തം പെങ്ങളുടെ മോളായിട്ടല്ല, മോളായിട്ട് തന്നെ ഇവർ നോക്കിക്കോളാം. അലീനയ്ക്ക് വീട് വെച്ച് കൊടുക്കാം, നല്ല ജോലി വാങ്ങിച്ചു കൊടുക്കാം, അതുപോലെ തന്നെ അലീനയ്ക്ക് എല്ലാം കൊടുത്ത് വിവാഹം കഴിപ്പിച്ച് അയക്കാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ ഇവർ പറയുന്നുണ്ട്. പക്ഷേ വൈജ് മാത്രം ഈ സത്യങ്ങൾ അറിയരുതെന്ന്. അത് എവിടുത്തെ ന്യായമാ മനു? കഴിഞ്ഞ 23 വർഷക്കാലം എന്നെ ചതിച്ച ഒരു ഭാര്യയുടെ കൂടെ ഇനി അങ്ങോട്ടേക്ക് ജീവിക്കണമെന്ന് പറയുന്നതിൽ എന്തിനാ? ഇനി അങ്ങോട്ടേക്കും ജീവിക്കണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാ ഉള്ളത്? ഇത്രയും നാളും ജീവിച്ച പോലൊന്നും അല്ല. അവളുടെ അഹങ്കാരവും ധിക്കാരവും കേട്ട് തലയാട്ടി നിൽക്കാനൊന്നും എന്നെ ഇനി കിട്ടത്തില്ല. അവളുടെ അഹങ്കാരവും ധിക്കാരവും ഒക്കെ കണ്ടുകൊണ്ട് അതൊന്നും ക്ഷമിച്ച് കൂടെ പൊറുക്കാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ നിമിഷം അവളെ ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ റെഡിയാ. എന്നെ ചതിച്ച വഞ്ചകയായ ഒരു ഭാര്യയുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ഒട്ടുമേ താല്പര്യമില്ല. പിന്നെ എൻ്റെ 3 മക്കളുടെ കാര്യം, അത് മാത്രം എനിക്കിനി നോക്കിയാൽ മതി. അവർക്ക് അമ്മയായിട്ട് വൈജിക്ക് ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ താമസിക്കാം, ഇല്ലെങ്കിൽ അവൾ കൈരിക്ക് വീട്ടിൽ നിന്നോട്ടെ, എനിക്ക് അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്ന് തന്നെ പറയുക കേട്ടോ. അപ്പോഴേക്കും രാജീവനും ശിവനും ഗംഗേട്ടനും ഒക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഗംഗേട്ടൻ പറയുന്നുണ്ട്, ബാലേന്ദ്ര, നീ ഇങ്ങനത്തെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ. എന്തായാലും നമുക്ക് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാം. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പൊ വൈജ ഹോസ്പിറ്റലിലല്ലേ. ഇപ്പൊ എന്തായാലും നിനക്ക് നല്ല ക്ഷീണമുണ്ട്, നീ പോയി ഒന്ന് റെസ്റ്റ് എടുക്ക്. അലീനയും റെസ്റ്റ് എടുക്കട്ടെ, ഞങ്ങളും വീട്ടിലോട്ട് പോവുക. എന്തായാലും നാളെ നമുക്ക് ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മനുവും ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അങ്കിള് പോയി റെസ്റ്റ് എടുക്ക്, അലീന ഒന്ന് നന്നായിട്ട് റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം എന്തായാലും ഇത്രയും ലേറ്റ് ആയില്ലേ, അതുകൊണ്ട് അങ്കിള് പോയി റെസ്റ്റ് എടുക്ക്. അലീന എന്തായാലും സേഫായിട്ട് ഇവിടെ തിരിച്ചെത്തിയല്ലോ, ബാക്കിയൊക്കെ നാളെ നോക്കാം അങ്കിളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ അവിടുന്ന് പിരിയുകയാണ്. മനു നേരെ അലീനയുടെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് അലീനയോടും പറയുന്നുണ്ട്, എന്തായാലും നീ തിരിച്ച് സേഫായിട്ട് വീട്ടിലെത്തിയല്ലോ, ഇനിയിപ്പം നന്നായിട്ട് കിടന്ന് റെസ്റ്റ് എടുക്കുക. ഇനിയിപ്പം നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേക്ക്. നീ നന്നായിട്ട് പേടിച്ചു പോയെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നന്നായിട്ട് തന്നെ റെസ്റ്റ് എടുക്കുക. ഇനി ആരും നിന്നെ ഒന്നും ചെയ്യില്ല. ഇപ്പം എല്ലാവരും അറിഞ്ഞല്ലോ നീ ആരാണെന്നുള്ള കാര്യം. ഇനി അവരുടെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, ഞാൻ പോയിട്ട് നാളെ വരാം എന്നും പറഞ്ഞിട്ട് തന്നെ മനു അവിടുന്ന് യാത്രയാവുന്നുണ്ട്. എല്ലാവരും അവിടുന്ന് പോയി കഴിയുമ്പോഴേക്കും തന്നെ കൃഷ്ണമോളും എല്ലാവരും അവിടുന്ന് പോയി കഴിയുമ്പോഴേക്കും ബാലേന്ദ്രനും ഇവരോട് പോയി കിടക്കാനൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രനും മുകളിലോട്ട് കയറി പോവുക കേട്ടോ. ആ സമയത്ത് കൃഷ്ണമോളും അലീനയുടെ അടുത്തൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. എന്നാലും അലീനയുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു പേടി മാറിയിട്ടില്ല കേട്ടോ. താൻ വൈജയന്തിയുടെ മകളാണെന്നുള്ള സത്യം ആരും അറിയാൻ പാടില്ല എന്നാണല്ലോ ബ്രിജിത മമ്മി സത്യം ചെയ്ത് മേടിച്ചത്. എന്നിട്ടും അത് എങ്ങനെയോ നമ്മുടെ ബാലേന്ദ്രൻ അറിഞ്ഞത് പോട്ടെ, കൃഷ്ണമോൾ അറിഞ്ഞു, അതിപ്പോൾ മനുവേട്ടനെ അറിഞ്ഞു. അതും കഴിഞ്ഞ് ഇപ്പോൾ ഗംഗാധര മേനോനും ശിവശങ്കറും നമ്മുടെ രാജീവനും ഒക്കെ അറിഞ്ഞല്ലോ. ഇനിയിപ്പോൾ വൈജയും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജ എന്ത് ചെയ്യും എന്നറിയില്ലല്ലോ. ഇനിയിപ്പോൾ ഈ സത്യങ്ങളൊക്കെ അറിയുമ്പം തനിക്ക് തൻ്റെ അമ്മയെ കൂടി നഷ്ടമാകുമോ എന്നുള്ളൊരു പേടി നമ്മുടെ അലീനയുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് തന്നെ നമ്മുടെ അലീന കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.